ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1480 ദിവസം. ഇന്ന് മലയാളം ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ചയാണ്. ഇന്നലെ നമുക്ക് ഡോക്ടർ ഷാജി കുടിയാട്ട് വർഗീസ് നമുക്ക് എന്താണ് ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഇന്നലെ നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. അതിലെ കുറെ ഭാഗം ഇന്നലെ കവർ ചെയ്തു. എങ്കിലും അതിന്റെ പ്രധാന പാർട്ട് ഡോക്ടർക്ക് ഇന്നലെ സമയം തികയാത്തതുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കി ക്ലാസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സജീവമായി പങ്കെടുക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലും പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അങ്ങനെ ഒരു വ്യത്യസ്തമായ ക്ലാസ്സിലേക്ക് ഡോക്ടർ ഷാജി കുടിയാട്ട് വർഗീസിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ്. നമസ്കാരം. മലയാളം സെഷനിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതവും നന്ദി അറിയിക്കുന്നു. ഈ ഒരു പുതിയ കാഴ്ചപ്പാട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുടെ പരിഹരിക്കുന്നതിനും അതിൻ്റെ മൂലകാരണങ്ങളെ മനസ്സിലാക്കുന്നതിനും ഉപകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഡിസ്കഷനും അതുപോലെ തന്നെ കംപ്ലീഷനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി അറിയിച്ചുകൊണ്ട് ബാക്കി ഭാഗത്തോട്ട് കിടക്കുന്നതും അതിനുശേഷം നമുക്ക് ഡിസ്കഷൻ നടത്താവുന്നതുമാണ്. ഡിസ്കഷനിൽ എല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന വിധത്തിലെല്ലാം ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആരും ചോദിക്കാൻ വരരുതെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ക്രെഡിബിളായിട്ടുള്ള റീസണബിളായിട്ടുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാവരും ചോദിക്കണമെന്ന് വിനീതമായി ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഇതിൻ്റെ ഒരു തുടക്കമായിട്ട് അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ആമുഖം, ഒരു സമ്മറി എല്ലാവരുടെയും, ഇന്ന് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയും കൂടെ അറിവിലോട്ടായിട്ട് അവരുടെ അറിവിലായിട്ട് ഒരു സമ്മറി ആദ്യം പറയുകയാണ്. അപ്പം നമ്മുടെ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറയുടെ ആരോഗ്യമുള്ള പുതിയ തലമുറയ്ക്ക് മാതൃത്വത്തിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം. അപ്പോൾ അല്ലെങ്കിൽ അതിന് നമുക്ക് മാതൃത്വത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ മഹത്വം എന്ന് ഒക്കെ പറയാം. നമ്മുടെ വെബ്സൈറ്റ് drcancer.org എന്നുള്ളതാണ്. ആവശ്യക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ ഇതേക്കുറിച്ച് അറിയുന്നതിന് വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ വളരെ സ്പീഡിൽ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് ഞാനൊന്ന് സമ്മറി ആയിട്ട് പറയാം. ഡൈനാമിക് സയൻസ് എന്ന പുതിയ ശാസ്ത്രവീക്ഷണം, അത് മനസ്സ്, ജീവശക്തി അല്ലെങ്കിൽ ആത്മാവ്, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന DNA-യുമായിട്ടുള്ള ഇൻ്റർകണക്ടിവിറ്റി, അത് ഹോളിസ്റ്റിക് സയൻസിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും സഹായിക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ ഈ മനസ്സ്, ജീവശക്തി, DNA എങ്ങനെയാണ് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ളത്, സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ മനസ്സിനെ അബ്നോർമൽ ആൻഡ് അൺഹെൽത്തി ആൻഡ് അൺനാച്ചുറൽ ആയിട്ട് മോഡിഫൈ ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്. കറപ്ഷൻ ഓഫ് ഫീമെയിൽ മൈൻഡ് ഹാസ് ലാർജ് ആൻഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഈ ലോകത്തിലോട്ട് കടന്നു വരുന്നത് മാതാവിലൂടെ മാത്രമാണ്. ഒരു സ്ത്രീക്ക് മാത്രമാണ് ഒരു മാതാവായി മാറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ DNA-യും ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ DNA-യും വളരെ പ്രാധാന്യത്തോടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീയുടെ മനസ്സിലെ ചിന്തകൾക്ക് വരും തലമുറയുടെ സ്വഭാവ രൂപീകരണത്തിലും ആരോഗ്യത്തിലും എല്ലാം വളരെ പ്രാധാന്യമുള്ളത്.
അത് അതിൻ്റെ ശാസ്ത്രീയതയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ന് സ്ത്രീകളുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ മൊത്തം കറപ്റ്റ് ചെയ്യുന്ന ചില അൺനാച്ചുറൽ, അൺഹെൽത്തി ആയിട്ടുള്ള ഫിലോസഫീസ് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് ഒത്തിരി കോൺസിക്വൻസസ്, പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവിലോട്ട് നയിക്കുന്നതിനാണ് ഞാൻ ഈ പ്രസന്റേഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഓൺലി ദ ട്രൂത്ത് ക്യാൻ ലെറ്റ് us ഫ്രീ. അപ്പോൾ ആ സത്യം തിരിച്ചറിയുക എന്നതിന് വേണ്ടിയാണ് ഇതിനെ എല്ലാവരും കാണേണ്ടതെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ നാച്ചുറലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സിന് ആരോഗ്യ പരിപാലനത്തിനുള്ള ഇമ്പോർട്ടൻസ്, നാച്ചുറലി ഹെൽത്തി മൈൻഡ് ഓഫ് ദ മദർ ഫോർ ദ ഹെൽത്ത്, അതാണ് നമ്മുടെ ടൈറ്റിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഫീമെയിൽ സ്പെസിഫിക് ഓർഗൻസിൽ എങ്ങനെയാണ് അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബ്രസ്റ്റ്, യൂട്രസ് ആൻഡ് ഓവറീസ്. അത് കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ അബ്നോർമാലിറ്റി കൂടി വരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത്, നമ്മുടെ സ്ത്രീകളും മറ്റ് മൃഗങ്ങളായിട്ടുള്ളവരെല്ലാം സ്വാഭാവികമായിട്ട് പ്രസവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് മനുഷ്യ സ്ത്രീക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രസവം നടത്തുന്നതിന് ഇന്ന് പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഹൈടെക് ആശുപത്രികളിൽ വരെ അവർക്ക് പ്രസവം എന്ന സ്വാഭാവിക ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ നോർമലായിട്ട് നടത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? എക്ടോപി പ്രഗ്നൻസീസ് കൂടി വരുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQIA എന്നൊക്കെ തുടങ്ങി പേരിട്ട് വിളിക്കുന്ന പല അബ്നോർമൽ പേഴ്സണാലിറ്റീസും എണ്ണം കൂടി വരുന്നു. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനെ ഇല്ലാതിരുന്നാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇതിലോട്ടെല്ലാം വെളിച്ചം വീശുകയാണ്. അപ്പൊ നമ്മൾ ഡൈനാമിക് സയൻസിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലോട്ട് നയിച്ചത് ക്യാൻസർ എന്ന രോഗത്തെ എങ്ങനെ, അതിൻ്റെ കാരണങ്ങൾ എന്താ, അതെങ്ങനെ ഉത്ഭവിക്കുന്നു എന്ന് കണ്ടെത്താൻ നടത്തിയ ഹോളിസ്റ്റിക് സയൻസിൽ അധിഷ്ഠിതമായ അന്വേഷണങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ക്യാൻസർ എന്താ എന്നായിരുന്നു. അത് അബ്നോർമൽ ഫാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ് കോശങ്ങളുടെ വിഭജനത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന ജനിതക നിർദ്ദേശങ്ങളിൽ ജനിതക നിർദ്ദേശങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന DNA-യിലാണ്. DNA-യിൽ ഈ ജനിതക നിർദ്ദേശങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ എന്ന് പേരിട്ട് വിളിക്കുന്ന 4 ന്യൂക്ലിക് ആസിഡുകളുടെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഈ 4 ന്യൂക്ലിക് ആസിഡുകളാണ്, അതിൻ്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ ആ 4 ന്യൂക്ലിക് ആസിഡുകൾ നമ്മുടെ DNA-യിൽ ഇന്ന ഓർഡറിൽ ഇരിക്കണമെന്ന് ആര് തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഡൈനാമിക് സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പോത്തസിസ്. അതിന് ഹൈപ്പോത്തസിസ് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജീവനുള്ള ശരീരവും മൃതശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. അതിന് ബ്രെയിനും ഹാർട്ടും ഉള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തി ഉൾപ്പെടുത്തിയുള്ള, അവിടെ നമ്മൾ ജീവനുള്ള ശരീരത്തിൽ ഊർജമുണ്ടെന്നും മരുത ശരീരത്തിൽ ഊർജമില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഫറൻസ് കണ്ടെത്തി. അതിൻ്റെ അനുസരിച്ച് ജീവൻ അല്ലെങ്കിൽ ഊർജം എന്നുള്ളതിനെ, ഒരു ഊർജത്തെ മറ്റൊരു ഊർജത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന 3 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടെത്തി: ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഹൈപ്പോത്തസിസ് നമ്മൾ പ്രസന്റ് ചെയ്തു. അത് നമ്മുടെ DNA-യും നമ്മുടെ ജീവൻ നിലനിർത്തി ജീവിപ്പിക്കുന്ന ഊർജത്തെയും അല്ലെങ്കിൽ ജീവശക്തിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആ 2 ഡൈമെൻഷണൽ DNA പിക്ചറിൽ ഒരു വേവ് ലൈക്ക് അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും, ഊർജത്തെ പ്രതിനിധീകരിക്കുന്ന. അപ്പൊ ആ പുതിയ ഹൈപ്പോത്തസിസ് ഇതാണ്: സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഇൻ ദ DNA is a direct physical expression of the frequency, wavelength and amplitude of the energy or the spirit that governs the living phenomena in that person. അപ്പോ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. അത് നമുക്ക് കാണാനും തൊടാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ജീവശക്തിയുടെ ഫ്രീക്വൻസിയിൽ വ്യതിയാനം വന്നാൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് DNA-യിൽ വ്യതിയാനം വരാനുള്ള സാധ്യത ഈ ഹൈപ്പോത്തസിസിന്റെ അടിസ്ഥാനത്തിലുണ്ട്.
അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഊർജത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവശക്തിക്ക് വ്യതിയാനം വരാൻ സാധ്യമാണോ എന്നുള്ളതാണ്. അതിന് ഉത്തരം നൽകുന്നതിനായിട്ട് ഞാൻ മനസ്സെന്ന മറ്റൊരു ഡൈനാമിക് എൻറ്റൈറ്റിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആ മനസ്സിൽ ഉദിക്കുന്ന ഓരോ ചിന്തകളും ഓരോ എനർജി വൈബ്രേഷൻസ് ആണെന്നും അതിന് ഓരോ ചിന്തകൾക്കും ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ആളുടെ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ മിനിമം 2 ഊർജ തരംഗങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ ചിന്തകളാകുന്ന ഊർജ തരംഗങ്ങളും, 2 നമ്മുടെ ജീവൻ നിലനിർത്തി ജീവിപ്പിച്ചുകൊണ്ട് പോകുന്ന ജീവശക്തി എന്ന ഊർജ തരംഗവും. അപ്പൊ 2 ഊർജ തരംഗങ്ങൾ ഒരേ സമയത്ത് ഒരേ മീഡിയത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഫിസിക്സിലെ 2 തിയറികൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അത് തിയറി ഓഫ് റെസൊണേഷൻ ആൻഡ് സൂപ്പർപോസിഷൻ ആണ്. ആ തിയറി ഓഫ് റെസൊണേഷൻ ആൻഡ് സൂപ്പർപോസിഷൻ എന്താണെന്നുള്ളത് ഒരു ഫിസിക്സ് ലാബിലെ സോണോമീറ്ററും ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെന്റിലൂടെയും ഗ്രാഫിക് പ്രസന്റേഷനിലൂടെയും ഞാൻ പരിചയപ്പെടുത്തി. ആ വീഡിയോ ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഒന്നോടെ ഒന്ന് പ്ലേ ചെയ്യാണ്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് അതും കൂടെ ഒന്ന് കേൾക്കുക. Let me explain the remarkable phenomena of resonance and also the superposition of waves. Some external different frequency is superimposed over a string which is vibrating at its natural frequency. Modifications will occur to the initial natural frequency. At resonance, the system will oscillate at maximum amplitude. A vibrating object will pick out its resonant frequencies from a complex excitation and vibrate at those frequencies, essentially filtering out the other frequencies present in the excitation. Let us see how we study resonance. A sonometer and a tuning fork can be used for this. Now, how we understand the resonance? A tuning fork available in a laboratory is struck and stem is placed solidly on the sonometer. When the wire is tuned to the frequency of the fork, sympathetic resonance can be heard. Now, the usual method of determining resonance is by placing a small paper rider on the string. On resonance, as the string vibrates strongly, the paper rider falls off. Let us look at what happens when 2 waves of different frequencies and amplitude traveling in the same medium meet. We observe the formation of a new wave with modified parameters. This is explained by the behavior of overlapping waves, distinguished as superposition of waves or interference. This can be easily understood by looking at this graphic presentation. അപ്പൊ നമ്മുടെ ചിന്തകളും ജീവശക്തിയും തമ്മിൽ സൂപ്പർപോസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ജീവശക്തിയുടെ ഊർജത്തെ ഓരോ ചിന്തകളാകുന്ന എനർജി വൈബ്രേഷൻ ഫ്രീക്വൻസി കൊണ്ട് അതിന് പ്രൊപ്പോർഷണലായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. Are present simultaneously at the same medium at the same time. The resultant is the sum of disturbances from the individual waves. At a sufficiently large amplitude, the superposition principle often breaks down and interacting waves may scatter off each other, lose amplitude, or change their form. Let me അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉടലെടുക്കാൻ അനുവദിക്കുന്ന ഓരോ ചിന്തകളും നമ്മുടെ ജീവശക്തിയുടെ എനർജി ഫ്രീക്വൻസിയെ സൂപ്പർപോസ് ചെയ്യുകയും ആ ചിന്തകളുടെ ഫ്രീക്വൻസിക്ക് ആനുപാതികമായിട്ട് ആ ജീവശക്തിയുടെ ഫ്രീക്വൻസിനെ ഡിസ്ട്രക്റ്റീവായിട്ടോ കൺസ്ട്രക്റ്റീവായിട്ടോ മോഡിഫൈ ചെയ്യുന്നതിനും
അത് നമ്മുടെ പുതിയ ഹൈപ്പോത്തസിസ് പ്രകാരം നമ്മുടെ DNA ഡിസ്ട്രക്റ്റീവായിട്ടോ കൺസ്ട്രക്റ്റീവായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധ്യതയുണ്ടെന്നുള്ള സത്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ രോഗികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് ആ ചേഞ്ചസ് വരുന്നതും അത് രോഗമായിട്ടും ആരോഗ്യമായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വലിയൊരു സത്യമാണ്. ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളത്. അതുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആൻഡ് നാച്ചുറലി പോസിറ്റീവ് മനസ്സിൻ്റെ പ്രാധാന്യം. നമ്മൾ മനസ്സ് സന്തോഷമുള്ള, സമാധാനമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, മേച്ചറായിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, നാച്ചുറലി പോസിറ്റീവ് ആയിട്ടുള്ള, നാച്ചുറലി പോസിറ്റീവ് എന്നുള്ളതിന് വലിയ റെലവൻസ് ഉണ്ട്. അത് ഓർത്തിരിക്കുക. അത് ഞാൻ വീണ്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉടലെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ചിന്തകൾ നമ്മുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡിനെ സൂപ്പർപോസ് ചെയ്യുകയും ഹെൽത്തി ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിലോട്ട് ആ ജീവശക്തിയെ മാറ്റി അതിനാനുപാതികമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എപ്പിജനറ്റിക് ചേഞ്ച് നമ്മുടെ DNA വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഹേറ്റഡ്, എനിമിറ്റി, ഡിപ്രഷൻ, ഗ്രീഫ്, ജലസി, ഫിയർ, ആങ്സൈറ്റി, വറി, ഇൻസെക്യൂരിറ്റി, ഗിൽറ്റി ഫീലിംഗ്, അൺനാച്ചുറൽ ആയിട്ടുള്ള ചിന്തകളും ഇമോഷണൽ സ്റ്റേറ്റ്സും അങ്ങനെ ഉള്ള എല്ലാം നമ്മുടെ ജീവശക്തിയെ സൂപ്പർപോസ് ചെയ്യുകയും അതിനെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ഫ്രീക്വൻസിയിലോട്ട് മാറ്റുകയും അതിനാനുപാതികമായിട്ട് നമ്മുടെ DNA അൺഹെൽത്തി ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസും എപ്പിജനറ്റിക് ചേഞ്ചസും വരുന്നതിനും അത് രോഗങ്ങളായിട്ട് നമ്മളിൽ രൂപാന്തരപ്പെടുന്നതിനും സാധിക്കും. ഇത് ഈ പ്രോസസ്സിന് ഇച്ചിരി സമയമെടുക്കും. ഇത് വന്നാൽ അപ്പം തന്നെ സംഭവിക്കുന്നതല്ല. പിന്നെ ഈ നെഗറ്റീവ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാത്ത ഒരു മനുഷ്യജീവി പോലും ലോകത്തുണ്ടാകത്തില്ല. പക്ഷേ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അത് പെർമനൻ്റ് ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള DNA ഓൾട്രേഷൻ വരുത്തുന്നതും അത് രോഗമായിട്ട് മാറുന്നതും. അപ്പോൾ ദേഷ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ, എന്നിട്ട് എന്ത് രോഗം വരാത്തതെന്ന് ചോദിച്ചാൽ ആ ദേഷ്യപ്പെട്ടും അത് കഴിഞ്ഞ് നമ്മൾ അതിനെ മറന്ന് പുറത്ത് ക്ഷമിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ആ ദേഷ്യം മറക്കാതെ, പൊറുക്കാതെ, ക്ഷമിക്കാതെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് DNA പെർമനൻ്റ് ആയിട്ട് വരികയും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിജനറ്റിക് എക്സ്പ്രഷൻ നമ്മളിൽ വന്ന് അത് രോഗമായിട്ട് മാറുന്നതും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്പിരിച്വൽ ഹീലിങ്ങിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ അത് മനസ്സിലാക്കേണ്ടത്. സ്പിരിച്വൽ ഹീലിങ്ങിലൊക്കെ നടക്കുന്നത് ആദ്യമേ തന്നെ മറക്കുക, പൊറുക്കുക, ക്ഷമിക്കുക എന്നുള്ള ആ ഒരു ഇന്നർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പുരാതന കാലത്തുള്ള ഏൻഷ്യൻ ടൈംസിലുള്ള 4 ചികിത്സാ ശാസ്ത്രങ്ങളെ പരിശോധിച്ച് കഴിയുമ്പോൾ ഈജിപ്ഷ്യൻ മെഡിസിൻ, ഗ്രീക്ക് മെഡിസിൻ, ഇന്ത്യൻ ചൈനീസ് മെഡിസിൻ ആൻഡ് ഇന്ത്യൻ ആയുർവേദിക് മെഡിസിൻ, ഇവിടെ എല്ലാം ടെമ്പിൾസിലായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിസിൻ്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വടിയിൽ ചുറ്റിയ പാമ്പെന്ന് പറയുന്നത് അസ്ക്ലീപ്പിയസ് എന്ന് പറയുന്ന ഗോഡ് ഓഫ് മെഡിസിൻ, ഗ്രീസിലുണ്ടായിരുന്ന ഗോഡ് ഓഫ് മെഡിസിനിലെ അസ്ക്ലീപ്പിയസ് ഒരു വടിയിൽ ഒരു പാമ്പിനെ ചുറ്റിയാണ് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മെഡിസിൻ്റെ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഇന്നത്തെ വൈദ്യശാസ്ത്രം റോക്കി ഫില്ലർ വന്ന് കയ്യേറി അത് ഭൗതിക തലത്തിലോട്ട് മാത്രം മാറ്റി അബ്രാഹം ഫ്ലെക്സ്നർ എന്ന് പറഞ്ഞ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ ഉപയോഗിച്ച് ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ബയോകെമിക്കൽ മെഡിസിൻ ഷുഡ് ബി ദ സയൻറ്റിഫിക് മെഡിസിൻ എന്ന് എഴുതി ചേർത്ത് അങ്ങനെ ബയോകെമിക്കൽ മെഡിസിൻ മാത്രമേ സയൻറ്റിഫിക് ആയിട്ടുള്ളൂ എന്ന് അമേരിക്കയിൽ അവരുടെ പണത്തിൻ്റെ ആധിക്യം കൊണ്ട് നിർമ്മാതാക്കളെ സ്വാധീനിച്ച് അവരത് നിയമം മാറ്റി ഹോമിയോപ്പതി പോലെ ഉണ്ടായിരുന്ന വളരെ ഡോമിനൻറ്റും പ്രധാനപ്പെട്ടതും വളരെ വിശാലമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ചികിത്സാ ശാസ്ത്രങ്ങളെയെല്ലാം ബയോകെമിക്കൽ അനാലിസിസ് നടത്തി പൊട്ടൻറ്റൈസ്ഡ് ഹോമിയോപ്പതിക് മെഡിസിനിൽ ബയോകെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് കണ്ടെത്തി അതിനാൽ അത് അശാസ്ത്രീയമാണെന്ന് പ്രഖ്യാപിച്ച് നിരോധിച്ച ഒരു സ്ഥിതിവിശേഷമുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അമേരിക്കയിൽ ഔദ്യോഗികമായിട്ട്
പണ്ട് യൂണിവേഴ്സിറ്റികളിൽ MD കോഴ്സ് ഉണ്ടായിരുന്ന അമേരിക്കയിൽ ഇന്നും MD കോഴ്സ് തുടങ്ങാനോ ഔദ്യോഗികമായിട്ടൊരു കോഴ്സ് തുടങ്ങാനോ സാധിക്കാതെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ മഹാത്മ്യം നമുക്ക് തിരിച്ചറിയാനുള്ളത്. നമ്മുടേതായ ആയുർവേദ ചികിത്സാ ശാസ്ത്രങ്ങളുണ്ട്, സിദ്ധ തുടങ്ങിയ ചികിത്സാ ശാസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ഹോളിസ്റ്റിക് മെഡിസിനാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്കുള്ള എല്ലാത്തിനെയും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സാണ്. ആ മനസ്സാണ് ഇന്ന് ലോകത്ത് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഭാരതീയരായി നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ലോകത്ത് മൂല്യച്യുതിയും എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടന്ന ലോകത്തെ കിരാത രീതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ ലോകത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനും ലോകത്തിന് പ്രകാശമായി വർത്തിച്ച് നമുക്ക് ലോകത്തിനൊരു മാതൃക കാട്ടി നന്മയിലോട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു ജനതയായി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലോകത്തിൽ നമ്മുടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതിൻ്റെ അവസരമാണ് വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ആ മഹാദൗത്യം ഹോമിയോപ്പതിക്കായിട്ട് നിർവഹിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെല്ലാം ആ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ആ ദൗത്യവും ആ ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനെന്ന് എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ വളരെ സന്ദർഭികമായിട്ട് പറഞ്ഞു വന്നപ്പോൾ അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഭാരതം എന്ന ദേശത്തിനും നമ്മുടെ നാടിന് നമ്മുടെ ഈ ഒരു രാജ്യത്തിന് ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്ര നേതാക്കളെ നമ്മളത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുമായിട്ട് മുന്നോട്ട് വരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്ന് അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ അണ്ണാരക്കണ്ണനും തന്നാല ഇതെന്നുള്ള രീതിയിൽ നടത്തണമെന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് DNA സ്വാധീനിക്കാൻ പറ്റുന്നത്? ഒന്ന്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഊർജ്ജതരംഗങ്ങളായ ചിന്തകൾ കൊണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത്, നമ്മുടെ ശരീരത്തിന് വെളിയിൽ നിന്ന് വരുന്ന ഊർജ്ജതരംഗങ്ങൾ കൊണ്ട്, അത് മനുഷ്യരുണ്ടാക്കുന്ന എക്സ്റേസ്, മൊബൈൽ ഫ്രീക്വൻസീസ്, TV ഫ്രീക്വൻസീസ്, മറ്റു മനുഷ്യരുടെ ചിന്തകൾ, കോസ്മിക് റേഡിയേഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡൈനാമിക് മെഡിസിൻസ് ഇൻക്ലൂഡിങ് ഹോമിയോപ്പതിക് മെഡിസിൻ. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അത് ഇതിൻ്റെ സ്കോപ്പിലല്ലാത്തതുകൊണ്ട്. പക്ഷെ വേറെ സന്ദർഭങ്ങളിൽ അതും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിന് വെളിയിൽ നിന്ന് വരുന്ന ഊർജ്ജ തരംഗങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പോൾ ഈ മറ്റു മനുഷ്യരുടെ ചിന്തകൾ നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ മറ്റു മനുഷ്യരോട് ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ സ്പിരിച്വൽ ഹീലിംഗിൻ്റെ സയൻസ്, ഇതെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി ത്രൂ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഫിസിക്കൽ പ്ലെയിൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്നത്തെ ലോകത്ത് ശാസ്ത്രീയമായിട്ട് ഈ മൂന്നാമത്തെ തലം മാത്രമേ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു പോരായ്കയാണ് നമ്മുടെ ശാസ്ത്ര ലോകത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇന്നുള്ളത്. ആ ഒരു പോരായ്കയാണ് നമ്മൾ ഡൈനാമിക് സയൻസിൻ്റെ ഇൻട്രൊഡക്ഷനോടെ ഹോളിസ്റ്റിക് സയൻസിലോട്ട്, മെറ്റീരിയൽ സയൻസിനെ മാറ്റി പുതിയൊരു ഒരു റിസർച്ച് മെത്തഡോളജിയും പുതിയൊരു രീതിശാസ്ത്രം മെഡിക്കൽ റിസർച്ചിന് ആവശ്യമാണെന്ന് ഭരണാധികാരികളെയും ലോകത്തെയും ശാസ്ത്ര ലോകത്തെയും ബോധ്യപ്പെടുത്തി. ഇന്ന് മെറ്റീരിയൽ സയൻസിൽ അധിഷ്ഠിതമായ ഇൻവിവോ ഇൻവിട്രോ സ്റ്റഡീസ് ഒക്കെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിച്ച് അവരങ്ങനെ റിസർച്ച് നടത്തി എല്ലാവരും അങ്ങനെ നടത്താമുള്ളൂ, അതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ പ്രൂവ് ചെയ്യുന്ന അലോപ്പതി മെഡിസിൻസ് എല്ലാം വീണ്ടും കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് തിക്താനുഭവങ്ങളും കൂടുതൽ സൈഡ് എഫക്റ്റും മനുഷ്യരിൽ ബോധ്യപ്പെടുമ്പോൾ ആ മരുന്ന് പിൻവലിക്കുകയും ആ മരുന്ന് കൊണ്ട് മനുഷ്യരാശിക്ക് വന്നിരിക്കുന്ന ദൂഷ്യങ്ങൾക്ക് ഒരു സമാധാനവും ഒരു ഉത്തരവാദിത്വവും ആരും ഏറ്റെടുക്കാതെ നിർമ്മലരായ ഇന്നസെൻ്റായ മനുഷ്യരെ അവർ വീണ്ടും കോംപ്ലിക്കേഷനിലോട്ട്, മരണത്തിലോട്ട് ഒക്കെ തള്ളിവിട്ടിട്ട്
കൈ കഴുകി പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ശാസ്ത്ര മാറ്റത്തിന് നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതിലോട്ട് നയിക്കാൻ നമ്മൾ എടുക്കുന്ന ഈ ഒരു വലിയ ശ്രമത്തെ നമ്മൾ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 തലങ്ങളിലാണ് DNA ഓൾട്ടറേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇനിയാണ് മൈൻഡ് ഈസ് സുപ്പീരിയർ ഓർ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിന് DNA-യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം. DNA മോഡിഫിക്കേഷന് ഓൾ റോങ് മ്യൂട്ടേഷൻസ് ക്യാൻ ബി കറക്റ്റഡ് വാട്ട് എവർ വേ ഇറ്റ് ഹാപ്പൻ. ഏത് രീതിയിൽ വന്നാലും, നമ്മൾ മേലിൽ ചൂണ്ടിക്കാണിച്ച 3 രീതിയിൽ വന്നാലും നമ്മുടെ മനസ്സ് നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ട് നിലനിർത്തിയാൽ ഇത് ഗ്രേറ്റ് എക്സ്റ്റെന്റ് വി ക്യാൻ പ്രിവെന്റ് ദ അബ്നോർമൽ മ്യൂട്ടേഷൻസ് ഹാപ്പനിങ് ഇൻ അവർ DNA. അപ്പോൾ തോട്ട്സ് ഫ്രം എ പ്യുവർ പീസ്ഫുൾ ഹാപ്പി കംഫർട്ടബിൾ ആൻഡ് നാച്ചുറലി പോസിറ്റീവ് ആൻഡ് ഹെൽത്തി മൈൻഡ് ക്യാൻ റെക്ടിഫൈ ദ ഡാമേജസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സത്യമാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിയുക. ഇത് സംബന്ധമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് ദ മെയിൻറ്റെയിനിങ് കോസസ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ഹനുമാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഓർഗനോണിലുള്ളതുമാണ്. പിന്നെ എൻ്റെ ക്യാൻസർ റിസർച്ച് ഞാൻ കണ്ടെത്തിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഓർഗൻസിലും ക്യാൻസർ വരുന്നതിനൊരു സ്പെസിഫിക് ഇമോഷൻസ് കണക്റ്റഡ് ആണ് ആ ഓർഗനുമായിട്ട്. അപ്പം ഞാൻ ഇന്നലെ ഈ ജീവശക്തി എന്നുള്ള കോമൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആത്മാവെന്ന് അല്ലെങ്കിൽ ഊർജം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കോമൺ, അല്ലെങ്കിൽ ജീവശക്തി എന്ന് വിളിക്കുന്ന അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ജീവശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കോശങ്ങളെയും ഓരോ ഓർഗനെയും ഓരോ സിസ്റ്റത്തെയും നിയന്ത്രിക്കുന്ന എനർജികളുടെ ഒരു യൂണിയനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഇമോഷനും ഓരോ ഓർഗൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ആ ഓർഗൻസിൽ സ്വാധീനിക്കുന്ന ആ എനർജി നെഗറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും വരാം. നെഗറ്റീവ് എനർജി നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് ഓർഗനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അത് വളരെ പ്രകടമാണ്. അത് ഓരോ ഓർഗൻസിനും വ്യത്യസ്തമാണ്. എല്ലാ ഓർഗൻസിൻ്റെ ഒന്നും നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഓൺ ദ പ്രോസസ്സാണ്. ഒരു ആയുഷ്കാലം കൊണ്ടൊന്നും കണ്ടുപിടിക്കാനും നമുക്ക് ഒരുപക്ഷെ പറ്റിയെന്നും ഇരിക്കത്തില്ല. അവിടെയാണ് എല്ലാവരുടെയും കൂട്ടായ സഹകരണം ആവശ്യമുള്ളത്. ഇത് മെയിനായിട്ടുള്ള ക്യാൻസർ രോഗത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും രോഗികളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ടൈം മാഗസിൻ്റെ ഒരു ഫീച്ചർഡ് ആർട്ടിക്കിൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊരു നമ്മൾ ഈ പറയുന്ന ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈനാമിക് സയൻസും സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫർമേഷനും നമുക്ക് എവിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ 2007 ഒക്ടോബർ മാസത്ത് ബ്രസ്റ്റ് ക്യാൻസർ, ഒക്ടോബർ എന്ന് പറഞ്ഞ മാസത്തെ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ അവയർനെസ്സിന് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് മാറ്റിവെച്ചിരിക്കുന്ന. ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലെ ടൈം മാഗസിൻ കൊണ്ടുവന്ന ഒരു ഫീച്ചർഡ് ആർട്ടിക്കിളാണ്. അവർ ലോകത്തോട് ചോദിക്കുകയാണ്, വൈ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് സ്പ്രെഡിങ് അറൗണ്ട് ദ വേൾഡ്. എന്നിട്ട് അവർ ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഹോൾ വേൾഡിൽ എവിടെയൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ടുള്ളതെന്ന്. ആ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലുള്ളതെന്ന് അവർ തന്നെ പറയുന്നു. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കുന്ന സത്യമുണ്ട്. അത് അമേരിക്ക തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ പാശ്ചാത്യ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. 2007 ഉണ്ടായിരുന്നത് 2007 2002 വരെ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അമേരിക്ക, കാനഡ, ബ്രസീൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെയാണ്. നമ്മുടെ ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന രാജ്യങ്ങളിൽ നമുക്ക് ഈ ക്യാൻസറിൻ്റെ, അതുപോലെ തന്നെ പഴകിയ സംസ്കാരങ്ങളുള്ള ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന രാജ്യങ്ങളിലൊക്കെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കുറവായിട്ട് കാണാം. കാരണം ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ മനുഷ്യർക്ക് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ട്രഡീഷൻസ് ആൻഡ് വാല്യൂ സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഈ ഭൂപ്രദേശത്ത് അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള ഊഷ്മാവ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ്. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അടുത്താണ്.
അതുകൊണ്ട് മനുഷ്യർക്ക് ആ ഭൂപ്രദേശത്ത് നീണ്ട നാള് ആരോഗ്യത്തോടെ ഇന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും സൂട്ടും കോട്ടും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നതിനുള്ള അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള ജീവിതം കൊണ്ട് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ആരോഗ്യം നിയന്ത്രിക്കുന്നതിന് നിലനിർത്തുന്നതിന് ഉതകുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നു. ആ വാല്യൂ സിസ്റ്റമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന പുതിയ സംസ്കാരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പരിധിവരെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ആ വാല്യൂ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു 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 പ്രഭവ കേന്ദ്രമാണ് നമ്മുടെ ഭാരത സംസ്കാരം. അതുകൊണ്ടൊക്കെ കൂടിയാണ് നമുക്ക് ലോകത്ത് ഈ വരും കാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യാനുണ്ടെന്ന് ഞാൻ കൂടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുകയും അവരുടെ തെറ്റായ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ചതിയൻ വാല്യൂസും അവർ ലോകത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിന്തകളും ഫിലോസഫിയും ഒക്കെ ലോകം മൊത്തം അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയും യുണൈറ്റഡ് നേഷൻസും വേൾഡ് എക്കണോമിക് ഫോറവും വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും തുടങ്ങി അവർ ഉണ്ടാക്കി ലോകത്തിൻ്റെ നിയന്ത്രിക്കാൻ വെച്ചിരിക്കുന്ന ഭരണ സംവിധാനങ്ങളുമായിട്ട് അവർ ലോകത്ത് അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ പാവപ്പെട്ട അവരുടെ അത്രയും എക്കണോമിക്കലി അല്ലെങ്കിൽ മീഡിയ വൈസ് അല്ലെങ്കിൽ മിലിറ്ററിലി ശക്തമല്ലാത്ത രാജ്യങ്ങളുടെ മേൽ അവർ അടിച്ചേൽപ്പിച്ച് സ്വാധീനം വന്ന് അത് കേൾക്കാത്ത ഭരണാധികാരികളെ അവർ ഉന്മൂലനം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ യുദ്ധം പ്രഖ്യാപിച്ച് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് യുദ്ധം പ്രഖ്യാപിച്ച് പരാജയപ്പെടുത്തി ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകത്തുള്ളത്. പക്ഷെ നമ്മൾ മനുഷ്യര് ഇതൊക്കെ സംഭവിച്ചാലും ഈ സത്യം തിരിച്ചറിയുകയും അവരുടെ ആ കുടില തന്ത്രങ്ങളിൽ അകപ്പെടാതെ നമ്മൾ സ്വയം പ്രതിരോധിക്കുകയും ചെയ്യുക മാത്രമാണ് ഇതിനുള്ള പോർവഴി. അപ്പോൾ ഇതിപ്പോൾ കോവിഡിൻ്റെ കാര്യം നമുക്കറിയാം, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ സസൂക്ഷ്മം ചതിയിൽ അകപ്പെടാതെ വകതിരിവോടെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടെ അവർ സ്വാധീനിച്ച്, ഇപ്പം നമുക്കറിയാം കേരളത്തിലാണ് ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ആയുഷ് സിസ്റ്റംസ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണാധികാരികളെ അവർ സ്വാധീനിച്ച് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന ഒരു ആക്ട് ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സകളെ ഉന്മൂലനം ചെയ്യുന്നതിന് അവർ കൊണ്ടുവരുന്ന ഇതുമാതിരിയുള്ള ഫേക്കായിട്ടുള്ള പാൻഡമിക് പോലെയുള്ള രോഗങ്ങളിലൂടെ അവർ കിടില തന്ത്രങ്ങളിലൂടെ മനുഷ്യനെ കൊന്നൊടുക്കുന്നതിനും മനുഷ്യനെ പരിവർത്തനം അവരുടെ വഴിക്ക് കൊണ്ടുവന്ന് ഹാക്ക് ചെയ്യുന്നതിനൊക്കെ ഉതകുന്ന വാക്സിൻസും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കയറ്റുന്നതിന് നിർബന്ധമായിട്ട് വാക്സിൻ എടുപ്പിക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര മറ്റ് അവിഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സ്വാധീനിച്ച് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ സ്നേഹപരിചയം വെച്ച് നമ്മുടെ നാട്ടുകാരും നമ്മുടെ രാഷ്ട്ര നേതാക്കളുമായിട്ടുള്ളവരെ നമ്മൾ നേരിട്ട് കണ്ടും ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാമോ ഈ കുടിലതന്ത്രങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം അവരെല്ലാം അറിവുള്ളവരല്ല, അവർ കുറേയൊക്കെ ഇവർ വിശ്വസിക്കുകയാണ്. പിന്നെ ഇവരുടെ ഭീഷണികളിലും മറ്റ് സ്വാധീന ശക്തികളിലൊക്കെ അവർ പെട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവരെല്ലാം നന്മയുള്ള മനുഷ്യർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ അറിവ് അവരിലോട്ട് പകർന്നു കൊടുക്കാൻ നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ ശ്രമിക്കേണ്ടതുണ്ടെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഡോക്ടറെ ഇനി ഒരു പ്രധാന പാർട്ട് പറയാനുണ്ട്. ഇല്ല, ഉണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഡോക്ടറെ. എന്നാലും പിന്നെ അവസാനം ഇന്നലത്തെ പോലെ ചർച്ചയ്ക്ക് ഇല്ല. ഇനിയുണ്ട് സമയം. അപ്പൊ ഞാൻ വരികയാണ്. അപ്പോൾ ഇനി വേറൊരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യം. അത് 2002 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 100 ലക്ഷം ആളുകളിൽ 100 സ്ത്രീകളിൽ അമേരിക്കയിലും കാനഡയിലും അതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ 80 സ്ത്രീകളിലൊക്കെ 60 സ്ത്രീകളിലൊക്കെ ഈ ബ്രസ്റ്റ് ക്യാൻസർ 2002 ഉണ്ടായിരുന്നു. ഇന്നത്തെ സിറ്റുവേഷൻ ഇതൊക്കെ വളരെ ഭീകരമാണ്. ഇനി മെയിൻ ഭാഗത്തോട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ഡിസീസസ് ഫീമെയിൽ സ്പെസിഫിക് ഓർഗൻസിൽ വരുന്നത്
എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, വൈ ആൻഡ് ഹൗ. അപ്പൊ അവിടെയാണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില ഫിലോസഫി ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൂടെയും യുണൈറ്റഡ് നേഷനിലൂടെയും ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതിന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തെ മെയിനായിട്ട് സർവ്വകാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ ഞാനൊരു വാക്ക് കണ്ടു, എന്തോ നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അവിടെ ഈക്വാലിറ്റി എന്നുള്ളൊരു വാക്കിനാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട തിരിച്ചറിയേണ്ട ഒരു കാര്യം ആണും പെണ്ണും തുല്യരാണോ എന്നുള്ളതാണ്. അപ്പോൾ ആണും പെണ്ണും തുല്യരാണോ, നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന സയൻസ് ബയോളജി വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആണും പെണ്ണുമാണ്. വ്യത്യസ്തരായ ധർമ്മങ്ങളും വ്യത്യസ്തരായ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തരായിട്ട് രൂപകൽപ്പന പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ ആ വ്യത്യസ്തതകൾ നമുക്ക് എല്ലാ തലങ്ങളിലും കാണാൻ പറ്റും. ആ വ്യത്യസ്തതകൾ തിരിച്ചറിയുകയും ആ വ്യത്യസ്തതകൾ ഉൾക്കൊണ്ട് ആ വ്യത്യസ്തതകൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ചിന്തകളെയും ലൈഫ് സിറ്റുവേഷനെയും ജീവിത സാഹചര്യങ്ങളെയും എല്ലാത്തിനെയും നമ്മൾ അതിനനുപാതികമായിട്ട് ക്രമപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. Men and women are different genetically, physically, physiologically, biologically and psychologically. ജനറ്റിക്കലി നമുക്കറിയാം ആണും പെണ്ണും XY ക്രോമസോമുകളാലും XS ക്രോമസോമുകളാലും നിയന്ത്രിക്കപ്പെടുന്നതാണ്. ഫിസിയോളജിക്കലി നമുക്കറിയാം സ്ത്രീയെ നിയന്ത്രിക്കുന്നത് 2 ഹോർമോൺസാണ്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ആണിനെ നിയന്ത്രിക്കുന്നത് ഏക മെയിൽ ഹോർമോണാണ്, ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ സ്ത്രീകളിൽ 2 ഹോർമോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓവുലേഷനും മെൻസ്ട്രുവേഷനും നടക്കുന്നതനുസരിച്ച് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് അതർ കോൺസെൻട്രേഷൻ ദ ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ ഇതെല്ലാം ഒരു സ്ത്രീയുടെ മനസ്സിന് വൈകാരികമായ ഫ്ലക്ച്വേഷന് നോർമലായിട്ട് വരുന്നതിന്, ഫിസിയോളജിക്കലായിട്ട് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുരുഷ ഹോർമോൺ ഏക ഹോർമോൺ ആയതുകൊണ്ടും അത് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു മനസ്സ് പുരുഷനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളർത്തു വരുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദർ ആർ എക്സെപ്ഷൻസ് എവരിവെയർ. പിന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ പുരുഷനെ കൂടുതൽ ദൃഢതയുള്ള ശരീരവും സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയുള്ള ശരീരവുമായിട്ട് പുരുഷനെ മാറ്റുമെങ്കിൽ ബോത്ത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ മേക്സ് ദ ബോഡി ഓഫ് എ വുമൺ സോഫ്റ്റ്, സ്മൂത്ത്, ഫ്ലെക്സിബിൾ ആൻഡ് ടെൻഡർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് ഒരു പ്രത്യേക ബയോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്. ആ ബയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് ആണ്. ആ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് പോസിബിൾ ആകണമെങ്കിൽ സ്ത്രീയുടെ ശരീരം കൂടുതൽ സോഫ്റ്റ്, സ്മൂത്ത്, ഫ്ലെക്സിബിൾ ആൻഡ് ടെൻഡർ ആയിരുന്നാലേ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു സ്പേമും ഓവവും കൂടി യോജിച്ച് ഒരു ഏകകോശ ജീവിയുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്ലോവിലി വളർന്ന് അത് നമ്മുടെ യൂട്രസിൻ്റെ അകത്തോട്ട് വരുന്ന ഫിക്സ് ചെയ്യേണ്ടതും, അപ്പോൾ അവിടെ ആ ഫിക്സേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സ് ടഫാണ് ആയിട്ട് പല കാരണങ്ങളാൽ, ജീവിത സാഹചര്യങ്ങളാൽ, ജോലിയുടെ പ്രത്യേകത കൊണ്ട്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ജോലി സാഹചര്യങ്ങളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ടഫായി മാറിക്കഴിയുമ്പോൾ ആ ടഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിൽ ടൈറ്റൻ ദ മസിൽസ്. മസിൽ ടോൺ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടുകയും ഈ ഫാലോപ്പിയൻ ട്യൂബിൻ്റെ സർക്കുലർ മസിൽ ഫൈബേഴ്സിനെ ഒന്നോടെ ടൈറ്റാക്കുകയും അതിൻ്റെ ലൂമൻ ചെറുതാക്കുകയും, അങ്ങനെ ചെറുതായി കഴിയുമ്പോഴാണ് അവിടെ ഈ വളർന്നു വരുന്ന ബോഡി ഓഫ് യൂട്രസിലോട്ട് ഫെർട്ടിലൈസേഷന് ശേഷം മൂവ് ചെയ്യുന്ന ഫെർട്ടിലൈസ്ഡ് ഓവം അല്ലെങ്കിൽ എംബ്രിയോ അവിടെ സ്റ്റക്കായിരുന്ന എക്ടോപിക് പ്രഗ്നൻസി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അത് മൂവ് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലോട്ട് കിടന്നാൽ തന്നെ ആ യൂട്രസിൻ്റെ ഉള്ളിൽ അത് വളർന്നു വരുമ്പോൾ അതിന് ആ യൂട്രസിൻ്റെയും അബ്ഡോമിനൽ മസിൽസിൻ്റെയും വാളിൻ്റെയും ഒക്കെ എക്സ്പാൻഡബിലിറ്റി അനുസരിച്ചാണ് ആ കുഞ്ഞിന് വളരാനുള്ള സ്പേസ് കിട്ടുന്നത്. ഒരു സ്ത്രീയുടെ മനസ്സ് ടഫായിട്ടിരിക്കുമ്പോൾ, ടൈറ്റായിട്ടിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ശരീരവും അതിന് ആനുപാതികമായിട്ട് ടൈറ്റാവുകയും അവിടെ എക്സ്പാൻഡബിലിറ്റിക്ക് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് 3 മാസത്തിനുള്ളിൽ അബ്നോർമൽ
അബോർഷൻസ് ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതെന്ന്, അങ്ങനെ സംഭവിക്കുന്ന സ്ത്രീകളുടെ പേഴ്സണാലിറ്റിയും അവരുടെ ജോബ് സിറ്റുവേഷനും അവരുടെ ഇന്നർ ഫിലോസഫിയും ഒക്കെ നമ്മൾ കൂലങ്കഷമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വരുന്ന ആ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ തിരിച്ചറിയുക. അപ്പോ പണ്ട് നമ്മുടെ വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, അതൊക്കെ ഒരു അബ്നോർമലായിട്ട് മാറ്റി, രോഗമായിട്ട് മാറ്റി, രോഗിയായിട്ട് കാണുന്ന അവസ്ഥയിലോട്ട് സാധാ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ മാറ്റി ഫൈനാൻഷ്യലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നോർമലായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതിനെ പറ്റാത്ത രീതിയിലാക്കുന്നതിനൊക്കെ ശ്രമം ആഗോളതലത്തിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ ബേസിക് ബയോളജിക്കൽ മിഷൻ ഓഫ് വുമനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ലാക്ടേഷൻ ആണ്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന ഒരു ജീവിത രീതിയും രീതിശാസ്ത്രവും ചിന്തകളും ലൈഫ് സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സ്ത്രീക്ക് ആ ഒരു ധർമ്മം നിർവഹിക്കുന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരിക്കണം. പിന്നെ സ്ത്രീകൾക്ക് മറ്റ് കാര്യങ്ങളിലോട്ട് പോകണമെങ്കിൽ അവരതിലോട്ട് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് പോകണമെന്നാണ്. ഇപ്പോൾ പലരും നമുക്ക് കാണാൻ പറ്റും, മിഷണറിമാരായിട്ട് അല്ലെങ്കിൽ മറ്റു പല രീതിയിലും ഡെഡിക്കേറ്റഡ് മിഷനായിട്ട് പോകുമ്പോൾ അവരതിലോട്ട് പ്രത്യേക മിഷനായിട്ട് അവർ സമർപ്പിച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ ഈ ഒരു ബയോളജിക്കൽ മിഷന് പ്രാധാന്യമുണ്ട്. എങ്കിൽ മാത്രമേ ആണും പെണ്ണും ഉൾപ്പെട്ട മനുഷ്യ സമൂഹത്തിന് ഈ ലോകത്ത് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ധർമ്മത്തിലോട്ട് ഒരു സ്ത്രീ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മറ്റ് ഹൈ മിഷൻസ് ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആവശ്യമാണ്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഞാൻ നമ്മുടെ വിട്ടുപോയ ഭാഗത്തോട്ട് കിടക്കുവാണ്. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ വൈരാഗ്യമുള്ള, ഒരു പുരുഷനോട് വെറുപ്പും വിദ്വേഷവും ശത്രുതയും ഉള്ള മനസ്സിനെയാണ് ആ കാല സമയത്ത് ആ സ്ത്രീ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ആൺകുട്ടിയാണ് വളർന്നു വരുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ആണത്തത്തെ നിയന്ത്രിക്കുന്ന വൈ ക്രോമസോമുകളും അതുമായി ബന്ധപ്പെട്ട ജീൻസിനെ എല്ലാം ആ പുരുഷനോട് അല്ലെങ്കിൽ ആണിനോടുള്ള വെറുപ്പും വിദ്വേഷവും, ഇപ്പോൾ ഹസ്ബൻഡിനോട് തന്നെ ആയിക്കോട്ടെ ഉള്ള വെറുപ്പും വിദ്വേഷത്താൽ സപ്രസ് ചെയ്യപ്പെടുകയും ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഒരു പ്യൂബർട്ടി എത്തുന്നത് വരെ നോർമലായിട്ട് വളരുകയും അതിനുശേഷം പ്യൂബർട്ടി ആണത്തം ഡെവലപ്പ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഈ വൈ ക്രോമസോമും അതുമായി ബന്ധപ്പെട്ട ജീൻസ് എല്ലാം സപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എസ് ക്രോമസോം മാനിഫെസ്റ്റ് ചെയ്യുകയും ഫീമെയിൽ ആയിട്ടുള്ള ക്വാളിറ്റീസും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ഓവർ ഡോമിനൻ്റ് ആൻഡ് ബോസി നേച്ചർ ആണെങ്കിൽ, ഓവർ ഡിക്റ്റേറ്റിംഗ് ആൻഡ് ഒരു ബോസി നേച്ചറിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, ആരെയും വകവയ്ക്കാത്ത, കൂട്ടാക്കാത്ത, സോഫ്റ്റ്, സ്മൂത്ത്, ഫ്ലെക്സിബിൾ ആൻഡ് ടെൻഡർ അല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ, പെൺകുട്ടിയാണ് വളരുന്നതെങ്കിൽ ആ പെൺകുട്ടിയിലോട്ട് ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് സൂപ്പർപോസ് ചെയ്ത് അതിൻ്റെ DNA ജീൻസിലെല്ലാം പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരികയും ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇത് പ്രഗ്നൻസിയുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കൽ പോലും തിരിച്ചറിയപ്പെടുന്നില്ല ലോകത്ത്. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഈ മൂല്യച്യുതി അല്ലെങ്കിൽ അബ്നോർമൽ കറപ്ഷൻ ഓഫ് ഫീമെയിൽ മൈൻഡ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുമായിട്ട് കൂട്ടി വായിച്ചാൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വൈ മോർ അബ്നോർമൽ ബർത്ത് നൗ, ഇതെല്ലാം ഞാൻ ഈ അബ്നോർമലായിട്ട് കറക്റ്റഡ് ആയിട്ടുള്ള മനസ്സുമായിട്ടൊരു സ്ത്രീയുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അത് വളരെ അബ്നോർമലായിട്ട് കുട്ടികളുടെ DNA മോഡിഫൈ ചെയ്ത് കൺജനിറ്റൽ ഡീഫോമിറ്റീസ് ഉണ്ടാക്കാം. മറ്റൊരു പ്രധാന കാരണം ഫിസിക്കൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അബ്നോർമൽ ആയിട്ടുള്ള വാക്സിൻസ്. ഇപ്പോൾ HPV വാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ നമ്മുടെ പെൺകുട്ടികളിലെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ്.
നമ്മൾ എന്ത് വില കൊടുത്തും പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതൊരു mRNA വാക്സിൻ അല്ലെങ്കിൽ വാക്സിനാണ്. അത് പെൺകുട്ടികളിൽ ഡീപോപ്പുലേഷൻ അജണ്ടയുടെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് പ്രതിരോധിക്കുന്നതിന്, തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം വൈറസാണ് സെർവിക്കൽ ക്യാൻസർ വരുത്തുന്നതെന്ന് ഒരിക്കൽ പോലും പ്രൂവ് ചെയ്തിട്ടില്ല. അതിനൊരു എവിഡൻസും ഇല്ല. അങ്ങനെയുള്ള വൈറസാണ് ക്യാൻസർ വരുത്തുന്നതെന്ന് എവിടെയെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു പ്രൂഫും ഇല്ലാത്ത കാര്യത്തിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നും പറഞ്ഞ് അവര് ഈ HPV വാക്സിൻ നമ്മുടെ പെൺകുട്ടികളിൽ നന്മയ്ക്കാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചീറ്റ് ചെയ്ത് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറ അബ്നോർമലായിട്ട് മാറുന്നതിനും ഒരിക്കൽ പോലും അവരുടെ നോർമൽ ബയോളജിക്കൽ മിഷൻസ് നടക്കാതെ വരുന്ന തലത്തിലോട്ട് എത്തിപ്പെടുന്നു. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളരെ നമ്മൾ ആത്മാർത്ഥതയോടെ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. നമ്മുടെ വരും തലമുറയുടെ നന്മയ്ക്കായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫെമിനിറ്റി എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടെൻഡർനെസ് ആണെന്ന്. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ സിസേറിയൻ സെക്ഷൻസ് നടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്ന വളരെ സ്വാഭാവികമായിട്ട് പ്രസവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ സ്ത്രീകളെ ജോലിക്കാരായിട്ട് മാറ്റുന്നതിന്, എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ ഈ ഒരു ഈക്വാലിറ്റി ഫിലോസഫി ഉൾപ്പെടെയുള്ള ഫിലോസഫികൾ ഉപയോഗിച്ച് കുടുംബത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും നമ്മുടെ ട്രഡീഷണൽ വാല്യൂ സിസ്റ്റത്തിൽ നിന്നൊക്കെ മുക്തി പ്രാപിപ്പിച്ച് അവരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ടഫ് ജോബ് പൊസിഷനിലോട്ട് എംപ്ലോയ് ചെയ്ത്, അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ഒരു അബ്നോർമൽ ഫിലോസഫി കൊണ്ട് അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഫിലോസഫി കൊണ്ട് അവരുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്ത് അവരുടെ മനസ്സ് കൂടുതൽ ടഫൻ ചെയ്ത് സോഫ്റ്റ്, സ്മൂത്ത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അവരുടെ മാനസികാവസ്ഥയെ മാറ്റി അവരുടെ അങ്ങനെ ടഫായിട്ടുള്ള മൈൻഡായി കഴിയുമ്പോൾ cervix of the uterus become tightened. Vagina also have difficulty in dilating further. അപ്പോൾ ഇതൊക്കെ നോർമൽ ലേബർ അല്ലെങ്കിൽ പ്രസവത്തെ തടയിടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിയുമ്പോൾ. ഇനി സ്ത്രീത്വത്തിൻ്റെ മഹത്വം എന്താണ്? ലോകത്ത് ആണും പെണ്ണും ഉൾപ്പെട്ട മനുഷ്യ സമൂഹം ഈ ലോകത്തോട്ട് പിറന്നു വീഴണമെങ്കിൽ യൂട്രസ് ഓഫ് എ വുമൺ ഈസ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ, ഒരു സ്ത്രീയിലൂടെ, അമ്മയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു പുതിയ ജന്മത്തിന് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും പരിപോഷിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ മനസ്സും ശരീരവും ആത്മാവുമാണ്. അപ്പൊ ആ മനസ്സിലെ ഒരു പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീയുടെ മനസ്സിൽ നിലനിൽക്കുന്ന വൈകാരികാവസ്ഥ, ആ തോട്ട്സ്, ആ അമ്മയുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡിനെ സൂപ്പർപോസ് ചെയ്ത് മോഡിഫൈ ചെയ്യുകയും ആ ജീവശക്തിയാണ് കുഞ്ഞിൻ്റെ ഉള്ളിൽ, സ്വന്തം അമ്മയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ജീവശക്തിയെ എൻകവർ ചെയ്തിരിക്കുന്നത്. ആ അമ്മയുടെ ജീവശക്തിയിൽ ആ വ്യതിയാനം വരുമ്പോൾ അതിനാനുപാതികമായിട്ട് അതിൻ്റെ സൂപ്പർ പൊസിഷൻ കുട്ടിയുടെ ജീവശക്തിയിലോട്ട് നടക്കുകയും അങ്ങനെ കുട്ടിയുടെ DNA വരെ കൺസ്ട്രക്റ്റീവായിട്ടോ ഡിസ്ട്രക്റ്റീവായിട്ടോ മോഡിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പരമമായ സത്യം. ഇത് ഡൈനാമിക് സയൻസ് എന്ന പുതിയ ശാസ്ത്രവീക്ഷണത്തിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പ്യൂരിറ്റി ഓഫ് ദ മദർ, പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഓഫ് ദ മദർ ഈസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് ഇൻ ഡിസൈഡിങ് ദ ഹെൽത്ത് ഓഫ് ന്യൂ ജനറേഷൻ. അപ്പോൾ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത്, ഈ scientific basis of medical research should be modified from material scientific perspective to holistic scientific perspective. Introduction of dynamic science എന്ന ഞാൻ മനസ്സും ആത്മാവും അല്ലെങ്കിൽ ജീവശക്തിയും DNA-യുമായിട്ടുള്ള എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ള ഈ തിരിച്ചറിവ് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ലോകത്ത് ഈ ഒരു ശാസ്ത്രീയ പരിവർത്തനത്തിന്, ഈ മെഡിക്കൽ റിസർച്ചിൻ്റെ
നവീകരണത്തിന് നമുക്ക് ലോകത്ത് അവതരിപ്പിക്കുന്നതിനും മാറ്റിയെടുക്കുന്നതിനും സാധിക്കണം. അങ്ങനെ ഒരു നവീകരിച്ച മെഡിക്കൽ റിസർച്ചിലൂടെ മാത്രമേ നമുക്ക് പുതിയ ഒരു ആരോഗ്യമുള്ള സമൂഹത്തെ കൊണ്ടുവരുന്നതിനും അവർക്കിടെ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗനിവാരണത്തിനും എല്ലാം ഫലപ്രദമായ ചികിത്സ ഇതിൻ്റെ എല്ലാ കമ്പോണൻസിനെയും ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. So maintaining the femininity among women is very important for healthy natural human existence and development of new generation. അതുപോലെ തന്നെ അത് തന്നെയാണ് നാച്ചുറൽ ഹെൽത്തി ലൈഫ് സിറ്റുവേഷൻസ്. അത് നമ്മൾ അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കിടില തന്ത്രങ്ങൾ ഇടക്കുന്നവരുടെ കിടില തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കുകയും തള്ളേണ്ടതിനെ തള്ളുകയും നമ്മളുടെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള ശ്രമം നമ്മുടെ സ്വന്തം ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. ഇതാണ് എൻ്റെ പ്രസൻറ്റേഷൻ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലോട്ട് കിടക്കാം. ചോദ്യങ്ങൾ ആർക്ക് വേണേലും ചോദിക്കാം. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കണം. ഇത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. എല്ലാവരും ചർച്ചയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ശൈല ഡോക്ടർ. ഓക്കെ, ഷാജി കുരിയാട്ട് ഡോക്ടറുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇനി ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായങ്ങളെന്ന് തീർച്ചയായിട്ടും എല്ലാവരും ചർച്ച ചെയ്യുക. അഭിപ്രായങ്ങൾ പറയുന്നതിന് ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണമെന്ന് താല്പര്യപ്പെടുന്നു. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഏലിയാമ്മ ഡോക്ടർ തുടക്കം മുതലേ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഏലിയാമ്മ ഡോക്ടർ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഹരിഹരൻ സാറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. ഹരിഹരൻ സാറിലേക്ക് പോകാം. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ ആ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. എനിക്ക് ഡോക്ടർ ഷാജി കുരിയാട്ടിന്റെ അദ്ദേഹത്തിന്റെ ഈ ഹൈപ്പോത്തസിസ് കൊള്ളാം, നല്ലൊരു വിഷനാണ്. എനിക്കത് നന്നായിട്ട് ഇംപ്രസ് ചെയ്തു. പക്ഷെ എനിക്ക് ഡോക്ടർക്ക് ചോദിക്കാനുള്ള ചോദ്യം റിഗാർഡിങ് മൈൻഡ്, how the mind forms and what is the mind? Can you explain? അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പൊ മനസ്സ് എവിടെ ഇരിക്കണേന്ന് ചോദിച്ചാൽ എനിക്കത് തൊട്ട് കാണിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ പറ്റത്തില്ല. പക്ഷെ മനുഷ്യരായി നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉദിക്കുന്നുണ്ടെന്നുള്ളത്. ഇനിയും ഇത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ആണത്. അപ്പൊ മനസ്സ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഐ ആം നോബഡി ടു ആൻസർ ഇറ്റ് അറ്റ് പ്രസന്റ്, ടു ബി ഹോണസ്റ്റ് യു. പക്ഷേ മനസ്സില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണത്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞിരുന്നു. ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ ഇരുന്ന് സംസാരിക്കും, നിങ്ങളുടെ വീട്ടിൽ ഒരു പെട്ടി വെച്ച്, ഇന്ന് നമ്മൾ TV എന്ന് വിളിക്കുന്ന ഒരു പെട്ടി വെച്ച് ഞാൻ സംസാരിക്കാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ എങ്ങനെ വിളിക്കുമായിരുന്നു? ഭ്രാന്തൻ എന്ന് വിളിക്കില്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ഈ TV-യിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന ടെലിവിഷൻ ചാനലിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്നില്ലേ? അപ്പൊ ഈ കാണുന്നത് നമ്മൾ ഊർജ തരംഗങ്ങളാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആന്റിനയിൽ അല്ലെങ്കിൽ എത്തിപ്പെടുന്നത് നമ്മൾ ആന്റിന സ്വീകരിച്ച് വീണ്ടും ആ പിക്ചേഴ്സ് ആയിട്ട് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കൊണ്ടുവരുന്ന ഊർജ തരംഗങ്ങളെ നമ്മൾ കണ്ടില്ലെങ്കിലും ഇത് പിക്ചർ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഈ എന്തോ ഒരു സംഗതി നമ്മളിൽ എത്തിക്കുന്നെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ മൈൻഡ്, സോൾ ആൻഡ് DNA ഇന്റർ കണക്ടിവിറ്റി, ഇപ്പൊ നമ്മളൊരു രോഗിയെ പരിശോധിക്കുന്നു, ആ രോഗിയിലുള്ള മാനസികാവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ മാനസികാവസ്ഥയും നമ്മളൊരു രോഗവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസർ. Right breast cancer is developed by the unresolved conflicts leading to toughness of mind with the men or authority figures എന്നാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു സത്യം. അപ്പോൾ അത് നമ്മൾ റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസറുള്ള എല്ലാവരിലും കാണാൻ പറ്റും.
അപ്പോൾ എല്ലാവരിലും അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ അതിലോട്ട് നയിച്ച സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ആ ഒരു കാര്യം എല്ലാ റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുമാതിരി എല്ലാ ഓർഗൻസിനെയും നമുക്ക് കാണാൻ പറ്റും. ഞാനതെല്ലാം ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. അത് നമ്മുടെ ഡോക്ടറെ, അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ? ഹരിഹരൻ സാറിന്റെ സംശയം ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ ഹോമറുമായിട്ടുള്ള ഇപ്പം ഡോക്ടർ വർഗീസ് അതും ഇതുമായിട്ട് ഡോക്ടർ ഷാജി കുടിയായിട്ട് ലീഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ ഡോക്ടർ ഹാമറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന, ഞാൻ ഈ എൻ്റെ അടുത്ത് ഫിലിപ്പീൻസിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരികയും ആ റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസറിന് ഇന്ന കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു വിട്ടും ആ സ്ത്രീയുടെ ജീവിതത്തിൽ അങ്ങനെ കാരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ആ സ്ത്രീ ഒരു ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ആ സ്ത്രീ രണ്ടാമത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ഹാമറിന്റെ ഇതുമാതിരിയുള്ള കണ്ടുപിടുത്തം ഇതേ ഒരു ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ആ രോഗിയാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഹാമറിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ്സ് ആണ്. ഹാമറിന്റെ മനസ്സും ശരീരവും രോഗവുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് സത്യം തന്നെയാണ്, എൻ്റെ ഒരു സംശയമില്ല. പക്ഷെ ഈ GNത്തിന്റെ അകത്ത് അവർ പറയുന്ന എക്സ്പ്ലനേഷൻസിന്റെ അകത്ത് എനിക്ക് ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, പ്രത്യേകിച്ച് കാരണങ്ങൾ. ഇപ്പൊ ഹാമറിന് തന്നെ ടെസ്റ്റിക്കുലർ ക്യാൻസർ വരുന്നത് അവർ പറഞ്ഞ കാരണവും എൻ്റെ കണ്ടുപിടുത്തവും വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ ചില ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സ് സ്വാധീനിക്കുന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ ഷാജി കുടിയായിട്ട് ഡോക്ടറെ, അടുത്തത് നമുക്ക് എന്താണ് സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് നോക്കാം. ഷാജി ഡോക്ടറെ, ഇത് താങ്കൾ പറയുമ്പോൾ അതൊരു പുതിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു പരിധി വിട്ട് പുതിയതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിലോട്ട് പോയിട്ടുണ്ടല്ലോ, അപൂർവ ജന്മകൃതം ഭാവം. ഇതിനകത്ത് താങ്കൾ സോളുമായിട്ട് കണക്ട് ചെയ്ത് നന്നായി. ഈ സോളിലൂടെയാണ് പലതും ഇത് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് ഈ കർമ്മദോഷം എന്ന് പറയുന്ന സാധനം സോളിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ കർമ്മദോഷം കാരണമാണ് ഓരോ തലമുറ കഴിയുന്തോറും മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വരുന്നത്. അതായത് 400 വർഷം വരെ ആയുസ് ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആയുസ് 220 കൊല്ലത്തിലേക്ക് പോയ കാലത്തെ കണ്ടുമാണ് ആയുർവേദം എടുത്തത്. പ്രാഗ് ജ്യോതിഷം എന്ന് പറയുന്ന ആസാമിൽ നിൽക്കുന്ന ഭാഗത്തുള്ള ഒരു രാജ്യത്ത് അന്നത്തെ ആചാര്യന്മാരെല്ലാവരും വട്ടം വിളഞ്ഞിരുന്ന് ചിന്തിച്ച് മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് മീറ്റിംഗ് കൂടി അതിനുവേണ്ടി ഉണ്ടായ ശാസ്ത്രശാഖയായിട്ടാണ് പിന്നെ ആയുർവേദം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ പ്രധാനമായിട്ട് ക്രോണിക് ഡിസീസിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് കർമ്മദോഷമായിട്ടാണ്. അപ്പോൾ പൂർവ്വജന്മകൃതം ഭാവം എന്നുള്ള അർത്ഥത്തില് ആ ഒരു തിയറി താങ്കൾ ഉൾപ്പെടുത്തിയത് നന്നായി. പക്ഷെ അതിനെ നമ്മുടെ മോഡേൺ സയൻസായിട്ട് ഇപ്പോഴും കൂട്ടിയിണക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് മനുഷ്യന്റെ ആയുസ് ഇനിയും കുറഞ്ഞു ഇനി 50, 20, 30 വയസ്സിന് അപ്പുറത്തേക്ക് ആൾക്കാർ ജീവിക്കാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സയൻസും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസും ഒക്കെ ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റഡീസ് നടത്തേണ്ടതായ ആവശ്യകത. അത് നമ്മൾ ഇപ്പോഴും അതിന്റെ ആ ഒരു ഷാജി ഡോക്ടറെ പോലെയുള്ള ആൾക്കാർ തുടങ്ങി വെക്കുന്നു. പക്ഷെ അത് ഇവിടെയാണ് നമ്മൾ ഋഷിമാരുടെയൊക്കെ സാന്നിധ്യവും ഒക്കെ ആവശ്യമുള്ളത്. അങ്ങനെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ വരാതെ ഇനി മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ മെഡിക്കൽ സയൻസിനോ അല്ലെങ്കിൽ മോഡേൺ സയൻസിനോ ആവുമെന്ന് എനിക്ക് തോന്നണില്ല. സലീംകുമാർ ഡോക്ടർ പറഞ്ഞ 100% ശരിയാണ്. ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞാൻ ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആധുനിക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു വിശദീകരണം കൊടുക്കലും അതിനോട് കൂട്ടിയോജിപ്പിക്കലും, അങ്ങനെ ആധുനിക ലോകത്ത് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികര് ഉത്ഭവിപ്പിച്ച് വെച്ചിരിക്കുന്ന വാല്യൂസിനെയും ധർമ്മങ്ങളെയും പുതിയ ലോകത്ത് ശാസ്ത്രീയമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ്. അപ്പോൾ ഡൈനാമിക് സയൻസ് എന്ന് പറയുന്നത് ഈ മനസ്സും ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധപ്പെടൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും അതുവഴി നമ്മുടെ പാരമ്പര്യമായിട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കഞ്ഞ സംസ്കാരമായ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന അതിമനോഹരങ്ങളായ ആ വാല്യൂസിനെ പുതുലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനും വരും തലമുറയ്ക്ക് പ്രയോജനപ്രദമാക്കി മാറ്റുന്നതിനുമുള്ള
വലിയ ഒരു ശ്രമമാണ് നടത്തുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി മൂവ്മെന്റ് എന്ന ഒരു പ്രസ്ഥാനത്തിനു കൂടി ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതിനും ലോകം മൊത്തം ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിനും ശാസ്ത്രത്തെ നവീകരിക്കുക എന്ന 3 പ്രധാനപ്പെട്ട മെറ്റീരിയൽ സയൻസിൽ നിന്ന് ഹോളിസ്റ്റിക് സയൻസിലോട്ട് ശാസ്ത്രത്തെ മാറ്റുക എന്ന 3 ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ്. അപ്പോൾ അത് ഞാൻ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വലിയ ശ്രമം വരും കാലങ്ങളിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയും നിങ്ങളുടെ സഹകരണം എല്ലാവരും തരണമെന്ന് ഇപ്പോഴേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ ഷാജി കുടിയേട്ടു ഡോക്ടറെ. ഡോക്ടർ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങള് വിമർശിക്കാൻ എന്തായാലും ഈ പ്ലാറ്റ്ഫോമിൽ അധികം ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ഡെലിവറി പാല് കൊടുത്ത് വളർത്തുക എന്നുള്ള ആശയങ്ങൾക്കെല്ലാം ഒരു എതിരഭിപ്രായം ഉള്ള ഒരു സമൂഹം പുതിയ തലമുറ വരുന്നുണ്ട്. അത് എന്താണ് ഈ ഗ്രൂപ്പിൽ അത് അധികം ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇല്ലായിരിക്കും. അങ്ങനെ ഒരു തലമുറ ഇത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരും കൂടി ഈ സന്ദേശമൊക്കെ അറിഞ്ഞാൽ വലിയ ഒരു നല്ല കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ശൈല ഡോക്ടർ പറഞ്ഞ വളരെ ശരിയാണ്. അവരെയും കൂടി ഇതിന്റെ എന്തുകൊണ്ട് അവരങ്ങനെ ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ അങ്ങനെ ചിന്താഗതിയാണ്. കാരണം നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ് ഈ അബ്നോർമൽ ഫിലോസഫി. നമ്മൾ ഇപ്പോൾ ഇതുമാതിരിയുള്ള ഫിലോസഫികൾ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. മോഡേണൈസേഷൻ ഓഫ് കരിക്കുലം എന്നും പറഞ്ഞ് ഈ പാശ്ചാത്യ ശക്തികൾ നമ്മുടെ മേല്, നമ്മുടെ ഇന്നസെന്റ് ആയിട്ടുള്ള ഇഗ്നോറന്റ് ആയിട്ടുള്ള രാഷ്ട്ര നേതാക്കന്മാരെ, മന്ത്രിമാരെ, വിദ്യാഭ്യാസ മന്ത്രിമാരെ സ്വാധീനിച്ച് അവരുടെ ആൾക്കാർ വന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ ഈ സെൻട്രൽ മിനിസ്ട്രി ഉൾപ്പെടെയുള്ള എല്ലാ മിനിസ്ട്രിയിലും ഈ പറയുന്ന ആഗോള ശക്തികളുടെ നേരിട്ട് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ മിനിസ്ട്രിയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഓരോ നീക്കങ്ങളും തിരിച്ചറിയുകയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഇവരുടെ ഇംഗിതത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി അവരുടെ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങളിലോട്ട് മനസ്സുകൊണ്ട് അറിയാതെ, അവരറിഞ്ഞു ചെയ്യുന്നതല്ല, അവരുടെ മേൽ സമ്മർദ്ദം വരുമ്പോൾ നല്ലതെന്നുള്ള ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് ഫോർട്ടിഫൈഡ് ഫുഡ് ഇറക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്വാതന്ത്ര്യദിനത്തിലോ റിപ്പബ്ലിക് ദിനത്തിലെന്തോ നമ്മുടെ രാജ്യത്തോട് നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അഭിമാനപുരസ്സരം പറഞ്ഞതാണ്, നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ഫോർട്ടിഫൈഡ് ഫുഡാണ് ഇനി എല്ലാവർക്കും കൊടുക്കാൻ പോണേന്ന്. അദ്ദേഹം അറിയുന്നില്ല അതിലൂടെ നമ്മുടെ ഇപ്പൊ ഈ വാക്സിൻ എടുക്കാത്തവരിലോട്ടൊക്കെ ഇതുമാതിരിയുള്ള ഈ നാനോ പാർട്ടിക്കിൾസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയും തലപ്പത്തിരിക്കുന്നവരെയൊക്കെ തെറ്റായി സ്വാധീനിച്ച് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നസെന്റ് ആയി നമ്മളിതൊന്നും അറിയുന്നില്ല. കാരണം നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയും നമുക്കിടെ നന്മയ്ക്കാന്ന് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നിർബന്ധിതരായി തീരുവാണ്. ഈ കോവിഡ് മുതലാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഇതേക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങിയത്. പല ഷാജി കുടിയേട്ട ഡോക്ടറെ, ദേവൻ ഡോക്ടർ ഉണ്ട്. സമയം നമ്മളെ കഴിഞ്ഞു. ദേവൻ ഡോക്ടർക്ക് എന്താണ്? ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ദേവൻ ഡോക്ടർ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. അതെ, ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ചെറിയ വിയോജിപ്പൊക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത്. അത് വിശദീകരിക്കാൻ നിൽക്കണ്ട. എന്തൊക്കെയാണ് വിയോജിപ്പ്? നമുക്ക് ഷാജി കുടിയേട്ട വിയോജിപ്പ് അതേ യോജിപ്പുകൾ പറയാം. കാരണം ഒരു വൃക്ഷം തളിർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പുതിയ ശാഖകൾ ഉണ്ടാകുമ്പോഴാണ് അത് വളരുന്നതിന്റെ ലക്ഷണം കാണിക്കും. അപ്പൊ ആ ഡൈനാമിക് സയൻസ് എന്ന് പറയുന്ന ഒരു സമീപനത്തോട് ഞാൻ പൂർണ്ണമായിട്ടും, എന്നുവെച്ചാൽ അതെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അത്തരം ഒരു വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ വിശകലനത്തിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ആ കാര്യത്തിലൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പിന്നെ എനിക്ക് ഉള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ സ്ത്രീ പുരുഷ മേധാവിത്വത്തെ കുറിച്ച് ഡോക്ടറുടെ സങ്കല്പങ്ങൾ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിൽക്കുകയാണ്. കാരണം ഈ മാട്രിയാർക്കി എന്ന് പറയുന്നത് ആണ് ലോകത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. പേട്രിയാർക്കി പിന്നീടാണ് വന്നത്. മാതൃദായ ക്രമമാണ് ലോകത്ത് ആദ്യം ഉണ്ടായിരുന്നത്. അത് നമ്മുടെ കേരളത്തില് ഉണ്ടായിരുന്നല്ലോ. കേരളത്തിലെ മരുമക്കത്തായം എന്ന് പറയുന്നത് ശരിക്കും മാതൃദായ ക്രമമാണ്. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് അത് പുരുഷന് സ്ത്രീയെക്കാളും മുൻഗണനയോ, അല്ലെങ്കിൽ ഞാൻ ശാരീരികമായ തുല്യതയല്ല ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ തുല്യത അല്ലല്ലോ നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്ന ശാരീരികമായ തുല്യതയല്ല, മറിച്ച് പിന്നെ സമൂഹത്തിലുള്ള മറ്റ്
തലത്തിലുള്ള തുല്യതയാണ് നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഈ ഇപ്പോ ഈ പറയുന്ന ആൾക്കാർ, അതായത് സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് ഓൾറെഡി ഹോമിയോപ്പതി പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പെർവേസീവ് എന്നുള്ള റൂബ്രിക്സ് നമുക്ക് മൈൻഡ് ലവ് പെർവേസീവ് ഉണ്ട്. അതുപോലെ ഈ ഈഗോസ്റ്റിക് എന്നുള്ളതുണ്ട്, സെൽഫിഷ്നെസ് ഉണ്ട്. ഇത് അവേർഷൻ ടു ഹെർ ഓൺ ചൈൽഡ് ആൻഡ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വറാട്രാൽബ് സ്വന്തം കുട്ടിയെ കൊല്ലാൻ വരെ താല്പര്യം കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ, കുട്ടിയെ കൊല്ലണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വരുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആചാര്യന്മാർ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിലൊരു സമീപനം ആണ് അതിന് അതുണ്ടായിരിക്കെ വേറെ രീതി പോകണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഈ ഡൈനാമിക് സയൻസിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ ഈ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ ആ പഴഞ്ചൻ സമീപനം തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീയെക്കാലം എന്തൊക്കെ മെച്ചമുണ്ട് പുരുഷന് എന്നുള്ള രീതിയിലുള്ള അതിനെ എതിർക്കേണ്ടവർ ഇവിടെ എതിർക്കാത്തത് കൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. ഒന്നത്. രണ്ടാമത്, ഈ ഡോക്ടറെ ഞാൻ അഭിനന്ദിക്കുന്ന മറ്റൊരു കാര്യം, ഡോക്ടർ ഹോമിയോപ്പതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുമ്പോൾ പുതിയ ഫിലോസഫി ആയിട്ട് വരുന്നത് തെറ്റാണ്. ഡോക്ടർ അങ്ങനെയല്ല ചെയ്യണം. ഡോക്ടർ ഇപ്പൊ ക്യാൻസർ രോഗങ്ങൾ ഒരുപാട് ചികിത്സിച്ചിട്ട് അതിനൊരു തിയറി, ഒരു വളരെ അതായത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു തിയറി ഉണ്ടാക്കുവാനുള്ള ശ്രമം തീർച്ചയായിട്ടും അഭിനന്ദനമാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും നടക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ ഹാനിമാനും അങ്ങനെ തന്നെയാണ്. ആദ്യം സിങ്കോണ പാർക്ക് കണ്ടുപിടിച്ചിട്ടാണ് പിന്നീടാണ് ഈ പറഞ്ഞ നമ്മുടെ ഹോമിയോപ്പതിക് പ്രിൻസിപ്പളിലേക്ക് എത്തിയത്. അല്ലാതെ ആദ്യം ഫിലോസഫി കണ്ടുപിടിച്ചിട്ടല്ല പ്രാക്ടിക്കലിലേക്ക് വന്നത്. ഇവിടെ പലരും ചെയ്യുന്ന ഹോമിയോപ്പതി പരാജയപ്പെട്ട് വരുമ്പോൾ മരുന്നേ വേണ്ട എന്നുള്ള രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതിനോട് അത് ഹോമിയോപ്പതിയെ നശിപ്പിക്കും. അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞതെന്നല്ല, അതിന്റെ പോക്ക് ഇതിൽ ഡോക്ടർ സ്വീകരിക്കുന്ന ചില സങ്കേതങ്ങൾ അങ്ങോട്ട് പോയേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് പറയാൻ മരുന്നേ വേണ്ട, വൈറസ് ഇല്ല, ബാക്ടീരിയ ഇല്ല എന്നുള്ള രീതിയിലുള്ള സമീപനം, പിന്നെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ശാസ്ത്രീയത ഉണ്ടല്ലോ, അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് എല്ലാം മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്ന് എന്തിനാണ്? ഇതെല്ലാം മനസ്സുകൊണ്ട് തന്നെ ധ്യാനിച്ചു മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ധ്യാനിച്ചാൽ മാത്രമല്ലല്ലോ നമ്മൾ. ഓക്കെ ദേവൻ ഡോക്ടറെ, വിയോജിപ്പുകളും മറുപടി പറഞ്ഞോട്ടെ. അല്ല, വിയോജിപ്പ് മാത്രം. അതുകൊണ്ട് ഞാനിത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തെറ്റായ ഒരു മെസ്സേജ് ആയിരിക്കും സംസാരിച്ച ക്ലിയർ. 37 മിനിറ്റ് ഇപ്പൊ അധികമായിട്ടുണ്ട്. വേലപ്പൻപിള്ള സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഷാജി കുടിയാട്ട് ഡോക്ടർക്ക് മറുപടി പറഞ്ഞ് ക്ലിയർ ആക്കേണ്ടി വരും. ഇനിയും ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്താൽ പിന്നെ അതിന് സമയം കാണത്തില്ല. അതുകൊണ്ട് വേലപ്പൻപിള്ള സാറിനും കൂടെ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനും കൂടി ചേർത്ത് മറുപടി പറയാൻ സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം 7 മിനിറ്റ് എക്സ്ട്രാ സമയം എടുക്കാൻ ഷൈല ഡോക്ടറെ ആണോ? അതിന് അവസാനം ആളുകള് നാളെ അതിന് പ്രശ്നം ഉണ്ടാക്കും. വേലപ്പൻപിള്ള സാറേ ഒന്ന് ചുരുക്കി പറയണേ. അഡ്മിറ്റ് ഷൈൽ ഡോക്ടറെ, ഞാൻ ഒന്നും മറന്നുപോകാതെ ഈ ദേവൻ ഡോക്ടർക്ക് ഒരു മറുപടി കൊടുത്തിട്ട് പറയാം. ഏതായാലും ഞാൻ പറയുന്ന സമയം ശരിയായിരിക്കും. അപ്പൊ ദേവൻ ഡോക്ടർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഞാൻ സ്ത്രീയുടെ മഹത്വവും സ്ത്രീയുടെ ഗ്രേറ്റ്നെസ്സുമാണ് പറഞ്ഞത്. നമ്മുടെ സംസ്കാരത്തിൽ മാതാവിന് ആണ് 1-ാം സ്ഥാനം ദൈവതുല്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ അത് തന്നെ നിലനിർത്തണമെന്നും അതാണ് അതിൻ്റെ ശരിയെന്നുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ആണിനും പെണ്ണിനും വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആണിനും പെണ്ണിനും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യതയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ ഹോമിയോ മെഡിസിൻ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹോമിയോപ്പതി മെഡിസിൻ നമുക്ക് ആവശ്യമുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഇൻ ദ വേൾഡ്. പക്ഷെ അതോടൊപ്പം തന്നെ ഹാനിമാൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ കോസസ് ഷുഡ് ബി ഐഡന്റിഫൈഡ് ആൻഡ് റെക്ടിഫൈഡ് ദാറ്റ് പ്രൊഡ്യൂസ് ദ പ്രോബ്ലം. അപ്പം നമ്മൾ മയാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തിയെ ഡിസ്ട്രക്റ്റീവായിട്ട് മോഡിഫൈ ചെയ്യുന്ന എല്ലാത്തിനെയും മയാസം എന്നാണ് ഹാനിമാൻ വിളിച്ചത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ. അപ്പം ആ ചിന്തകൾ
ഹെൽത്തി ആൻഡ് നാച്ചുറൽ ആൻഡ് പ്യുവർ ആക്കുക എന്നുള്ളത് ആ ഫണ്ടമെന്റൽ മയാസം റെക്ടിഫൈ ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഞാനത് മനസ്സെന്നുള്ള രൂപേണ പറഞ്ഞെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മയാസം തന്നെയാണ്. നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി നമ്മുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഹനുമാൻ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ യാതൊരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ അത് ഓക്കെ ഡോക്ടർ. ഭാഗമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേലപ്പമുള്ള സാറേ എളുപ്പം പറഞ്ഞോളൂ, കുറച്ച് ചുരുക്കി പെട്ടെന്ന്. അൺമ്യൂട്ട് ചെയ്യോ വേലപ്പുള്ള സാറ്? അൺമ്യൂട്ടാണ്. കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ആണല്ലോ, റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും. ഓ, ശബ്ദം വരുന്നില്ല. വേലപ്പുള്ള സാറിന്റെ ശബ്ദം വരുന്നില്ലല്ലോ സാറേ. ശബ്ദം കേൾക്കുന്നില്ല. ഇനി ഫോണിന്റെ കുഴപ്പമാണോ റേഞ്ച് ഇല്ലാത്തോണ്ടാണോ എന്തോ, പക്ഷെ അൺമ്യൂട്ടാണ്. അൺമ്യൂട്ടാണ്, ശരിയാണ്. ഓക്കെ, അപ്പോഴും നമുക്ക് വൈൻഡ് ഹരിഹരൻ സാറിന് എന്തോ ചോദിക്കാണ്ടോ? ഒന്ന് അവസരം കൊടുക്കും. ഹരിഹരൻ സാറ് ഇതിപ്പോ ഒരു ഒറ്റ സെന്റൻസ് ചോദിച്ച് പിന്നെ ഷാജി കുടിയേറ്റ ഡോക്ടർ ഉള്ള നന്ദി കൂടി അല്ല, ഹരിഹരൻ ഇതിലെ സാറ് ഞാന് പറയും. ചർച്ചയിൽ ഇടപെടാതിരുന്ന ഇതുകൊണ്ടാണ്. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് സമയം ചർച്ചയിൽ കിട്ടാത്തോണ്ടാണ്. ഇടപെടാൻ കാരണം എന്തെങ്കിലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് സമയം കിട്ടിയില്ല. എത്തിയില്ല. നമുക്ക് അപ്പൊ ഒരുപാട് കിട്ടാത്തത് കൊണ്ട് അങ്ങനെ നീട്ടി ഞാൻ മാറി കൊടുക്കാനും പറ്റില്ല. നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ മാറി നിൽക്കുന്നതിന്റെ കാരണം നമ്മൾ പറയേണ്ടത് അല്ല ഈ പലപ്പോഴും മറുഭാഗം മനസ്സിലാക്കുന്നത്. കാരണം ഈ സമയം കിട്ടാത്തത് അതൊരു പ്രശ്നം തന്നെയാണ്. അതിപ്പോ ഇതിന്റെ ചർച്ച ഒരു അരമണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയി പോവാം. എനിക്ക് ഒരു സംശയം ഡോക്ടർ ഷാജി കുടിയാട്ടിന് ചോദിക്കാനുള്ളത്, പോസിറ്റീവ് ചിന്ത മാത്രം കൊണ്ട് നമ്മുടെ സമൂഹത്തെ ഒത്തിരി മാറ്റിമറിച്ചിരിക്കുന്ന ആത്മീയാചാര്യന്മാരുണ്ട് നമുക്ക്. അതായത് ഇപ്പൊ തന്നെ ശ്രീനാരായണ ഗുരു, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ഇവർക്കെല്ലാം ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആണെങ്കിൽ ക്യാൻസർ വന്നാണ് മരിക്കുന്നത്. മറ്റേ രമണ മഹർഷിയുടെ ഒരു കൈ ക്യാൻസർ ആയിരുന്നു. അപ്പൊ പോസിറ്റീവ് ചിന്ത കൊണ്ട് മാത്രം ഈ രോഗം അല്ല, നെഗറ്റീവ് ചിന്ത കൊണ്ടാണ് ഈ രോഗം വരുന്നത് എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സാറേ, അതിൻ്റെ അകത്തുള്ള 3 ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ DNA മോഡിഫൈ ചെയ്യാനായിട്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, അത് ഒരു പോസിബിലിറ്റിയാണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസിബിലിറ്റി. രണ്ടാമത്തെ, നമ്മുടെ ശരീരത്തിന് വെളിയിൽ നിന്ന് വരുന്ന എനർജി വൈബ്രേഷൻസ് ഉണ്ട്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മൂന്നാമത്തെ, നമ്മുടെ ഫിസിക്കൽ പ്ലെയിനിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഈ 3 പോസിബിലിറ്റിയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും അത് ടോട്ടലി നെഗ്ലക്റ്റഡ് ഇന്ന ലോകത്തായതുകൊണ്ട് ഞാൻ അതിനെ സ്ട്രെസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ മഹർഷിമാരൊക്കെ അവർ മനുഷ്യരാണ്. അവർ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ആത്മീയമായിട്ട് ഔന്നത്യത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ചില അവസരങ്ങളിൽ അവരുടെ ജീവിതത്തിലുണ്ടായ തിക്താനുഭവങ്ങൾ കൊണ്ട് അവർക്ക് നെഗറ്റീവ് ഇമോഷൻസ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ലാത്തതും ഈ രോഗങ്ങൾ വരുന്നതിന് കാരണമല്ലേ എന്ന് ചിന്തിക്കണമെന്ന് എനിക്ക് ഒരു സജഷൻ. ശരിയാണ്, അത് വളരെ കറക്റ്റ് ആണ്. ഇപ്പോ ആചാര്യന്മാരായിരുന്നു എന്ന് ഹരിഹരൻ വിചാരിച്ച് അവരെ ഡോക്ടറോട് ഞാനും യോജിക്കുകയാണ്. കാരണം ഏകപക്ഷീയമായിട്ട് മൈൻഡിൽ മാത്രം ഊന്നരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ 3 പോസിബിലിറ്റി DNA മോഡിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോ എന്തായാലും ചർച്ച വേലപ്പൻപിള്ള കംപ്ലീറ്റ്. സാറ് പറയാനുണ്ടോ എന്തെങ്കിലും? വേലപ്പൻപിള്ള സാറിന് സാറ് ഓഡിയോ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, സാറിന്റെ ശബ്ദം കേൾക്കുന്നില്ല, സൗണ്ട് വരുന്നില്ല സാറ്. അപ്പോഴ് നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ 15 മിനിറ്റ് ലേറ്റ് ആണ്. എന്തായാലും നമ്മളെ ഈ പ്രോഗ്രാം സമയബന്ധിതമായി തീർക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. കാരണം ചിലര് 8 മണിക്ക് കയറിയിട്ടുണ്ടാവും, ചിലര് 9 മണി ഇംഗ്ലീഷ് സെഷനെ തുടങ്ങിയിട്ടുണ്ടാവും, വീട്ടിലും പല പ്രോഗ്രാമുകളും കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയബന്ധിതമായി തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും ക്ഷമിക്കുക. ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ദേവൻ ഡോക്ടർ എന്നെ അല്ല, ഹരിഹരൻ സാറിലൂടെ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ നമ്മുടെ ഷാജി കുടിയേറ്റ ഡോക്ടർക്കുള്ള നന്ദി കൂടി ഒന്ന് രേഖപ്പെടുത്തണം. അൺമ്യൂട്ട് ചെയ്യൂ സാർ. ഡോക്ടർ ഷാജി കുടിയാട്ടിന് ഞാൻ പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹം IFPSന്റെ ഒരു ഭാഗമാണ്. IFPSന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ധാരാളം ചിന്തിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡൈനാമിക് സയൻസ് അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ കോൺസെപ്റ്റ്
ഇതെല്ലാം നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഹൈപ്പോത്തസിസ് അത് അതില് എന്തെങ്കിലുമൊക്കെ പെശകുകൾ ഉണ്ടെങ്കിലും ഭാവിയിൽ അതെല്ലാം അതെല്ലാം റെക്ടിഫൈ ചെയ്ത് ഇത് ഒരു നമ്മുടെ സാധാരണ ജീവിതത്തിലെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴാണ് ജനങ്ങൾക്കിത് പ്രയോജനമാകുന്നത്. അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ IFPSന്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. നന്ദി ഹരിഹരൻ സാറ്. എന്തായാലും ഏതൊരു പുതിയ കാര്യത്തിനും വിമർശനങ്ങളും യോജിപ്പുകളും എല്ലാം ആ വിഷയത്തിൽ കാണും. എന്തായാലും വിമർശനങ്ങളും യോജിപ്പുകളും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനും അതിനെ നവീകരിച്ച് ലോകത്ത് അവതരിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം തരുന്നതിൽ ഞാൻ സ്വാഗതം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. തുടർന്നും നിങ്ങൾ വ്യക്തിപരമായിട്ടും നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ ഷാജി കുടിയാട്ട് ഡോക്ടറെ, ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത ഷാജി കുടിയാട്ട് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ മലയാള സെഷനിൽ പങ്കെടുക്കുകയും വിമർശനങ്ങളും യോജിപ്പുകളും അഭിപ്രായങ്ങളും എല്ലാം പ്രകടിപ്പിച്ച ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും മലയാള സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.